നമ്മളൊക്കെ വ്യായാമം ചെയ്യാൻ ജിമ്മിൽ പോകുമ്പോൾ എന്താ നോക്കാറുള്ളത്? നല്ല ട്രെയിനർ ഉണ്ടോ, നല്ല മെഷീൻ ഉണ്ടോ എന്നൊക്കെയല്ലേ. എന്നാൽ ഇനി മുതൽ ജിമ്മിൽ പോകുമ്പോൾ ഇതൊക്കെ ഏത് മതക്കാരുടെ ജിമ്മാണ് എന്ന് കൂടി നോക്കേണ്ടി വരുമോ? സംഗതി കേരളത്തിലാണ് സുഹൃത്തുക്കളെ. നിങ്ങൾ അറിഞ്ഞു കാണും, പാട്ട് വെക്കാൻ പാടില്ല, കാരണം അത് ഹറാമാണ്. ലേഡീസ് ഹിജാബ് ഇടണം. അങ്ങനെ ഒരു സമ്പൂർണ്ണ ഇസ്ലാമിക ജിം. പാട്ട് കേട്ടാൽ ഹറാമാകും, പക്ഷെ ഇരുമ്പ് പൊക്കി മസിൽ പിരിപ്പിച്ചാൽ ഹറാമാകില്ലേ എന്ന് ചോദിക്കരുത്. കേൾക്കുമ്പോൾ നല്ല ഒന്നാം തരം കോമഡിയായി തോന്നാമെങ്കിലും ഇതിന്റെ പിന്നിലെ കളി അത്ര തമാശയല്ല. പാലക്കാട് പുതുനഗരത്തിൽ 15 വർഷമായി പ്രവർത്തിക്കുന്ന ഒരു സാധാ ജിമ്മാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചിരിപ്പൂരത്തിന് തിരികൊളുത്തിയിരിക്കുന്നത്. ഇസ്ലാം ഫ്രണ്ട്ലി എന്ന പേരിൽ ശരീഅത്ത് നിയമങ്ങൾ പാലിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന കേരളത്തിലെ ആദ്യത്തെ ജിം ആകാനായിരുന്നു ഇവരുടെ പ്ലാൻ. നവാസ് മുത്തു എന്നൊരാൾ ഇൻസ്റ്റാഗ്രാമിൽ ഇട്ട വീഡിയോയിലൂടെയാണ് ഈ ഒരു ഗംഭീര പ്രഖ്യാപനം വന്നത്. എന്തൊക്കെയാണ് ഈ പുതിയ നിയമങ്ങളെന്ന് നോക്കാം. പുരുഷന്മാർക്കും സ്ത്രീകൾക്കും വെവ്വേറെ സമയക്രമം. വർക്കൗട്ട് ചെയ്യുമ്പോൾ പാട്ട് വെക്കാൻ പാടില്ല, കാരണം അത് ഹറാമാണല്ലോ. ഇസ്ലാമിക നിയമപ്രകാരം മറക്കേണ്ട ശരീരഭാഗങ്ങൾ അഥവാ ഔറത്ത് നിർബന്ധമായും മറച്ചിരിക്കണം. സ്ത്രീകൾക്ക് ഹിജാബ് അടക്കമുള്ള ഇസ്ലാമിക വസ്ത്രധാരണം നിർബന്ധം. വീഡിയോ വന്നതും സോഷ്യൽ മീഡിയയിൽ വൈറലായി. ഇത് കണ്ടതും നമ്മുടെ നാട്ടുകാർ ചുമ്മാതിരിക്കുമോ? എന്തിലും ഏതിലും മതം കലർത്തുന്നതിന്റെ അങ്ങേയറ്റത്തെ അവസ്ഥ കണ്ട് രാജ്യം ശരിക്കും ചിരിച്ചു മറിഞ്ഞു. ബാക്കിയുള്ള ജിമ്മുകളൊക്കെ ഇസ്ലാമിക് അൺഫ്രണ്ട്ലി ആണോ എന്നായിരുന്നു പലരുടെയും ചോദ്യം. അമ്പലത്തിലോ പള്ളിയിലോ മതം നോക്കുന്നത് മനസ്സിലാക്കാം. സ്ത്രീകൾക്ക് ബുദ്ധിമുട്ടില്ലാതെ യാത്ര ചെയ്യാൻ ലേഡീസ് ഓൺലി ബസ്സുകളോ ലേഡീസ് ഓൺലി ജിമ്മോ ഒക്കെ ഉണ്ടാക്കുന്നതും ഒക്കെ അംഗീകരിക്കാം. പക്ഷേ ഈ മതവേർതിരിവ് ഉൾക്കൊള്ളാൻ പറ്റില്ല, അതും ജിമ്മിൽ. ചോദ്യങ്ങൾ കനത്തതോടെ വെട്ടിലായ ജിമ്മുടമ ആ വീഡിയോ അടിയന്തരമായി ഡിലീറ്റ് ചെയ്തു. ഗത്യന്തരമില്ലാതെ ഒടുവിൽ അയ്യോ ഇത് മുസ്ലിങ്ങൾക്ക് മാത്രമുള്ള ജിമ്മല്ല, എല്ലാ മതസ്ഥർക്കും വരാം എന്ന് പുതിയ വിശദീകരണവുമായി അദ്ദേഹം രംഗത്ത് വന്നിട്ടുണ്ട്. ഇതൊരു ചെറിയ ജിമ്മിന്റെ മാത്രം പ്രശ്നമല്ല സുഹൃത്തുക്കളെ. ഇതിന് പിന്നിലെ ബുദ്ധി വളരെ അപകടം പിടിച്ചതാണ്. ഗൾഫിൽ പോയി കാശുണ്ടാക്കി അവിടുന്ന് കുറച്ച് പഴയ പിന്തിരിപ്പൻ ചിന്താഗതികളും കൊണ്ടുവന്ന് കേരളം പോലൊരു വലിയ വിദ്യാസമ്പന്നമായിട്ടുള്ള നാട്ടിൽ നടപ്പിലാക്കാൻ നോക്കിയാണ് ചിലർ. അപ്പോൾ ഇത്തരം ഐഡിയകൾ കൊണ്ടുവരുന്നവരുടെ ഉദ്ദേശം വളരെ വ്യക്തമാണ്. അതൊന്ന് മാത്രമാണ്, മുസ്ലിങ്ങൾ എന്നും ഈ നാട്ടിൽ മറ്റുള്ളവരിൽ നിന്നും അകന്ന് അന്യവത്കരിക്കപ്പെട്ട് ജീവിക്കണം. അവർ മറ്റു മതസ്ഥരുമായി ചിരിക്കാനോ ഒരുമിച്ച് ഇടപഴകാനോ പാടില്ല. അവരെ എപ്പോഴും മതത്തിന്റെ ഈ സങ്കുചിത വേലിക്കെട്ടുകളിൽ തന്നെ തളച്ചിടണം. എന്നാൽ ഈ മതമൗലികവാദികൾക്ക് അവരുടെ അജണ്ട നടപ്പിലാക്കാൻ കഴിയും. ഇതൊരു വ്യക്തി സ്വാതന്ത്ര്യത്തിന്റെ പ്രശ്നമൊന്നുമല്ല, സമൂഹത്തിൽ വിഷം കലർത്തലാണ് ഇത്. ഇന്ന് ജിമ്മിൽ, നാളെ സൂപ്പർ മാർക്കറ്റിൽ, ഇവർ നാളെ വേറെ എവിടെയൊക്കെ ഈ വേർതിരിവ് കൊണ്ടുവരുമെന്ന് ആർക്കറിയാം. നമ്മുടെ ഇന്ത്യയുടെ ഒരു പ്രത്യേകതയുണ്ട്, യഥാർത്ഥ മതേതരത്വം. അതായത് പൊതുവിടങ്ങളിൽ എല്ലാവർക്കും ഒരേ നിയമമാണ്. അവിടെ മതത്തിന് ഒരു കാര്യവുമില്ല. ജിമ്മും കടകളും സ്കൂളുകളും എല്ലാവർക്കും ഉള്ളതാണ്. ഫിറ്റ്നസ് എന്നത് മതത്തിന് അതീതമായിട്ടുള്ള ഒരു കാര്യമാണ്. മസിലുകൾക്ക് മതമില്ല, ഒഴുകുന്ന വേർപ്പിനും മതമില്ല. മതമൗലികവാദം എവിടെ കണ്ടാലും അതിനെ അപ്പോൾ തന്നെ ചോദ്യം ചെയ്യണം. പാട്ടും കേട്ട് കംഫർട്ടബിൾ ആയിട്ടുള്ള വസ്ത്രവും ധരിച്ച് വ്യായാമം ചെയ്യുന്നതാണ് എല്ലാവർക്കും നല്ലത്. അല്ലാതെ ജിമ്മിൽ വന്ന് ശരീഅത്ത് പഠിപ്പിക്കാനും മതം കളിക്കാനും നിന്നാൽ ഇതുപോലെ പോസ്റ്റ് ഇട്ട് മുങ്ങേണ്ടി വരും. പൊതുസമൂഹം ഇതുപോലെ എടുത്തിട്ട് പഞ്ഞിക്കിടും. ന്യൂസ് ഡെസ്ക് മലയാളം.